എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. ഗെന്തിങ് ആക്ച്വലി ഇവിടെ നിന്നൊരു 2 മണിക്കൂറത്തോളം യാത്രയുണ്ട് ബൈ റോഡ്. തൊട്ടടുത്തുള്ള പഹാങ് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ നമ്മളിന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. നോക്കാം. നമ്മളപ്പോൾ ഇന്ന് ഗെന്തിങ് ഹൈലൻഡ്സിലേക്ക് പോകുന്നത് കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ്. ഇപ്പോൾ കാർ വന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് ഗെന്തിങ് ഹൈലൻഡ്സിലേക്ക്. എന്നാലും കുറച്ചും കൂടി കംഫർട്ടായിട്ട് നിർത്തിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ലത് കാർ തന്നെയാണ്. പോകുന്ന വഴിക്ക് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മുരുകൻ ടെമ്പിൾ അഥവാ ബാത്തു കേവ്സ്. ഗെന്തിങ്ങിൻ്റെ ഏകദേശം താഴ്വാരത്തെത്തിയ സ്കൈ സെൻറ്ററിൽ നിന്ന് കാണുന്നില്ലേ, അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ഇനി കേബിൾ കാർ പിടിക്കേണ്ടത് മുകളിലേക്കുള്ള. നമ്മളങ്ങനെ ഗെന്തിങ്ങിലെത്തി. ആക്ച്വലി എത്തിയെന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റോക്ക് കാറാണ് എടുക്കാൻ പോകുന്നത്. 25-30 ടിക്കറ്റ് ഒന്നാണ് ഇവിടുന്ന്. ഇനി സ്കൈ സെൻറ്ററിനുള്ളിലേക്ക് കയറുമ്പോൾ ഇഷ്ടംപോലെ കടകൾ, മിക്കതും എല്ലാം ബ്രാൻഡഡ് ഷോറൂംസും മറ്റുമൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത് കൂടുതലും. ഞങ്ങൾ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ആണെന്ന് വിചാരിച്ചു. ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം ഇവിടെ നിന്ന് വേണം ആക്ച്വലി കേബിൾ കാറിലേക്ക് പോകാൻ. കുറച്ച് അപ്പുറത്തെ ബിൽഡിംഗ് ആണ് കേബിൾ കാറിൻ്റെ. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേബിൾ കാർ ട്രൈ ചെയ്ത് ഇവിടുന്ന്. ഒരു 15-20 മിനിറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്തായാലും. ചൈനീസ് മെജോറിറ്റി ആൾക്കാരാണ് ഇവിടെ കൂടുതലും. മലയ പീപ്പിൾ കുറവാണ്. പക്ഷെ ഇത് ആക്ച്വലി ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖല ഇവിടെയാണുള്ളത്, ഗെന്തിങ്ങിൽ. തിരിച്ചു വരുമ്പോൾ എനിക്കൊന്ന് വൈകുന്നേരം ആവുമെന്നൊക്കെ തോന്നുന്നു. ഒരു 8-8:30 അപ്പോഴത്തേക്ക് ശരിക്കും തണുപ്പ് വീണോളും. ഇപ്പം നമ്മളിപ്പോൾ ഗെന്തിങ് ഹൈലൻഡ്സിൻ്റെ താഴ്വാരത്താണ്. ഇപ്പം ഇവിടുന്ന് വേണം മുകളിലേക്ക് പോകാനായിട്ട്. ഒട്ടുമിക്ക ലക്ഷറിയസ് ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം അതിന് മാത്രം ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നുണ്ട്. നമ്മൾക്ക് ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കിടിലൻ വ്യൂ ആണ് ഇവിടുന്ന്. പഹാങ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു വലിയൊരു ഏരിയ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ എസ്കലേറ്റർ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ടിക്കറ്റ് എടുക്കേണ്ടത് ഇനിയിപ്പോൾ അവിടെ നിന്നാണ്. എൻ്റെ മോനെ, നല്ല ക്യൂ ആണല്ല. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ക്യൂവിൽ നിൽക്കണത്. എനിക്ക് അറിഞ്ഞൂടെ ഇവർ എപ്പോഴാണ് ക്ലോസ് ചെയ്യാന്നുള്ളത്. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടൊരു മുമ്പോട്ട് ഒരുപാടുണ്ട് പറയാം. കിട്ടി മോനെ, കിട്ടി. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇനിയിപ്പോൾ കേബിൾ കാറിൽ കയറാനുള്ള ടിക്കറ്റ് ഇതാണ്. ഇതിപ്പോൾ ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം ഇനി അപ്പുറത്തേക്ക് പോകാനായിട്ട്. താങ്ക് യു. നമുക്കങ്ങനെ അധികം ക്യൂ നിൽക്കേണ്ടി വന്നില്ല. നിൽക്കേണ്ടി വന്നു എന്നാൽ കുറേ നേരം. എന്നാലും മെയിൻ ക്യൂ നമ്മൾ സ്കിപ്പ് ചെയ്തു. ഒരു സെൽഫ് സർവീസ് കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. 16 റിംഗിറ്റ്. നമ്മൾ ഇനി നേരെ കേബിൾ കാറിലേക്കാണ് വരാൻ പോകുന്നത്. ഇതിനൊരു ചെറിയൊരു ക്യൂ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, പെട്ടെന്ന് പരിപാടി തീരും. കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മളുടെ ഈ ഇതിനകത്തേക്ക് കയറാനായിട്ടുള്ള ചെറിയ ക്യൂ. ഒരേ സമയത്ത് ഏകദേശം 8-9 പേർക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നത്. കാരണം പെട്ടെന്ന് ഇവിടെ കഴിഞ്ഞു പോകും. കാരണം ഈ വരുന്ന കേബിൾ കാറുകളൊന്നും നിൽക്കുന്നില്ല. ആക്ച്വലി ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഓടിക്കയറുക. അപ്പം തന്നെ അടുത്ത സ്റ്റേജായിട്ട് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറും. കാരണം വെയിറ്റിംഗ് അധികം വരുന്നില്ല. ടിക്കറ്റ് കിട്ടാനുള്ള ഒരു താമസം മാത്രമല്ല, കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. ഞാൻ ആ ഉള്ളിലേക്ക് കയറി ഞങ്ങളത് സെറ്റിൽഡായി. നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 15-20 മിനിറ്റ് എടുക്കും മുകളിൽ എത്താനായിട്ട്. ചിലവർക്ക് ഇതിന് കുറച്ച് ഉള്ളി കയറി കഴിഞ്ഞാൽ ചെറിയൊരു പേടി വന്നു. കാരണം ലിഫ്റ്റിലൊക്കെ പെട്ടെന്ന് താഴത്തേക്ക് വരില്ല. അവർ അടിപൊളി എക്സ്പീരിയൻസ് പോലെ പറയാനില്ല. നല്ല തണുപ്പാണ് ആക്ച്വലി. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ AC കാര്യങ്ങളൊന്നും ഇല്ല. പുറത്തുള്ള നാച്ചുറൽ AC ആണ്. അടിപൊളി എക്സ്പീരിയൻസ്. എന്തായാലും ട്രൈ ചെയ്യണം. നമ്മൾ ഫൈനലി സ്റ്റേഷനിലെത്തി. ഇപ്പം ഇവിടെ വണ്ടി ഒന്ന് ചെറുതായിട്ട് സ്ലോ ആവും. ഇത് തന്നെ റൊട്ടേറ്റ് അടിച്ച് അപ്പുറത്തേക്ക് മുകളിലൊരു വലിയൊരു വീല് കണ്ടാ. നമ്മൾ ഈ സാധനം കറങ്ങി തിരിഞ്ഞ് അവിടെ ചെയ്യും. ഇവിടുന്ന് ഇറങ്ങാം. Okay.
അവന്യൂ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിവിടെ എത്തി. ആക്ച്വലി ഏറ്റവും മുകളിലാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ ഈ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണാം. ഗന്ധികിനെ പറ്റി ആക്ച്വലി ഒരുപാട് പ്രേതകഥകളും മറ്റൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ നിൽക്കുന്ന ലൊക്കേഷൻ അതുപോലത്തെ ഭയങ്കര ടോപ്പിലാണ്. മാത്രമല്ല ഈ ഡ്രാക്കുള കോട്ടയൊക്കെ കാണുന്ന ഒരു പ്രതീതിയാണ്. ലക്ഷൂറിയസ് ഹോട്ടൽ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് മുകളിലായിട്ടുള്ളത്. അതുകൂടാതെ ഇവിടെ ഹോട്ടൽസ് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ തീം പാർക്ക്, കാസിനോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഇതിൻ്റെ ഉള്ളിൽ. ചുരുങ്ങിയത് 2 ദിവസമെങ്കിലും എടുക്കുന്നത് കണ്ടു തീർക്കാൻ. ഇത് ശരിക്കൊരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഹബ്ബ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനും മാത്രം ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാനുണ്ട്. പല നിലകളിലായിട്ടാണ് ഇവർ ആക്ച്വലി ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. മിക്കതും ഷോപ്പിംഗ് കോംപ്ലക്സ് മാതൃകയിൽ ഏറ്റവും താഴത്തെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി. ഏകദേശം 6000 അടി പൊക്കത്തിലുള്ള ഗെന്തിങ് ഹൈലാൻഡ്സ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ഒരു ഡിസ്നി ലാൻഡിലൊരു ഫെയറി ലാൻഡിലൊക്കെ വന്ന് ഇറങ്ങിയ ഒരു പ്രതീതിയാണ്. കംപ്ലീറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഡിസ്പ്ലേ സ്ക്രീൻസ്, പിന്നെ തീം പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ. ഇപ്പോഴും ഇത് ശരിക്കുള്ള മെയിൻ തീം പാർക്ക് അല്ലാട്ടാ. നമ്മൾ ആ ബിൽഡിങ്ങിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ആ പുറത്തേക്ക് കിടക്കാണ്. പുറത്തെ ക്ലൈമറ്റ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ എനിക്കറിയാം അത് തണുപ്പാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ ആകെ 7 മണി എന്തൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ ദേ പുറത്തോട്ട് ഇറങ്ങാം, ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തണുപ്പിൻ്റെ കാടിൻ്റെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്ങനെയാണെന്നുള്ളതിൻ്റെ. തണുപ്പ് ഊട്ടിയിൽ പോലും ഇത്രയും തണുപ്പ് കാണുമല്ലോ കേട്ടാ. കാണാൻ പറ്റില്ല ആക്ച്വലി പുറത്തധികം. കംപ്ലീറ്റ് മിസ്റ്റ് ഒന്നിങ്ങനെ മൂടിയിരിക്കാം കേട്ടാ. അടിപൊളി. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് തിരക്കില്ല. കാരണം ഇതുപോലത്തെ ക്ലൈമറ്റ് ആക്ച്വലി ഗന്ധിങ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുന്ന ക്യാമറ ഉള്ള. പക്ഷേ ഈ ക്യാമറ ഇത്രയും വരില്ല. ഇനിയിപ്പോൾ ഇവിടെ നേരെ തിരിച്ച് നാട്ടില് തിരിച്ച് സൈബർജേക്ക് പോകുമ്പോൾ വീഡിയോ ശ്രമിക്കുന്നു. മറ്റു കാഴ്ചയ്ക്ക് അടുത്ത ആഴ്ച നമുക്ക് ഇപ്പോൾ ഗന്ധിക്ക് വരുമ്പോൾ കാണാം. ശരി.